നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വലിയ ദുഃഖത്തിന്റെ ദിവസമാണ്. മലയാളികൾ എപ്പോഴും അവരുടെ ചുണ്ടുകളിൽ വരുന്ന നിരവധി പാട്ടുകൾക്ക് സംഗീത സംവിധാനം നൽകിയ SP വെങ്കിടേഷിന്റെ മരണം വലിയ ഞെട്ടലുളവാക്കിയിരിക്കുന്നു സംഗീത ലോകത്ത്. 80കളിലും 90കളിലുമൊക്കെ വന്ന ഹിറ്റ് ചിത്രങ്ങളുടെ ഗാനങ്ങൾ, മലയാളികൾ എന്നും കേൾക്കുന്ന, എന്നും ഉരുവിടുന്ന ഒരുപിടി ഗാനങ്ങൾ, നല്ല ഗാനങ്ങൾ അദ്ദേഹം മലയാളത്തിന് കാഴ്ചവെച്ചിട്ടുണ്ട്. രാജ്യത്ത് പല ഭാഷകളിൽ നിരവധി ഇതുപോലെയുള്ള പാട്ടുകൾ. അതൊരു വലിയ നഷ്ടമാണ്. എന്തായാലും സംഗീത ലോകത്തിന് തന്നെ അദ്ദേഹത്തിന്റെ ആ അതുല്യ പ്രതിഭയുടെ വിയോഗം, അതിനു മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യം ആഘോഷിക്കുകയാണ് വലിയ ഒരു ഡീൽ. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ പിഴത്തീരുവ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. 25% തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പിഴത്തീരുവ 25% ചേർത്ത് 50% തീരുവയാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്നത്. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിൽ ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യ സ്ഥിരീകരിക്കുമ്പോൾ ഒഴിയുന്നത് വലിയ ഒരാശങ്കയാണ്. യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട മദർ ഓഫ് ഓൾ ഡീൽസിന് പിന്നാലെ അമേരിക്കയുമായുള്ള ഫാദർ ഓഫ് ഓൾ ഡീൽസും യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഡീലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന്റെ വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡീൽ പ്രഖ്യാപിച്ച രീതിയെക്കുറിച്ചൊക്കെ പ്രതിപക്ഷം വലിയ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ആ അവസ്ഥയിലും നമുക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ് ഈ ഡീൽ. അപ്പോൾ എന്താണ് ഈ ഡീൽ, ആരുടെ വിജയമാണ് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും US-ഉം വ്യാപാര കരാറിന് ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ 25% നിന്ന് 18% കുറയ്ക്കും എന്ന പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ 0 കുറയ്ക്കുമെന്നും ട്രംപ് ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ഊർജം, സാങ്കേതിക വിദ്യ, കൃഷി, കൽക്കരി തുടങ്ങിയ മേഖലകളിൽ $500 ബില്യൺ ഏതാണ്ട് $50,000 കോടി US ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും മോദി സമ്മതം അറിയിച്ചു എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും പകരം US-ൽ നിന്നും ഒരുപക്ഷെ വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാനും മോദി സമ്മതിച്ചു എന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് സഹായകമാകും എന്നതാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഇതിന് പിന്നാലെ ഇതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി രംഗത്ത് വന്നു. പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിലൂടെ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്യുകയും തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അവരുടെ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്നും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണെന്നും മോദി കുറിച്ചു. ഇതോടെ ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. വലിയ ആഘോഷം, അതായത് വലിയ ഉണർവ് ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായി, തുറന്നു പറച്ചിലായി അത് മാറുകയായിരുന്നു. ഇതിൽ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണ് എന്ന മോദിയുടെ ഒരു പരാമർശം ഈ ട്വീറ്റിലുണ്ടായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങില്ല എന്നതിന്റെ സൂചനയായാണ് ഇതിനെ എല്ലാവരും കണക്കാക്കിയത്. എങ്കിൽ പോലും ഈ $50,000 കോടി കണക്കൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അതിൽ വിശദാംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. US ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങും എന്ന ഒരു അവകാശവാദം ട്രംപ് നടത്തിയിരുന്നു. അതിനെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായി. അത് എന്താണ് ഈ ഡീലിലെ വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വം വെളിവാക്കുന്നതായിരുന്നു. ഇതുവരെ അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ നരവനയുമായി ബന്ധപ്പെട്ടുള്ള രാഹുൽ ഗാന്ധി ആ വാർത്താക്കുറിപ്പുകൾ വീണ്ടും ഉയർത്തിക്കാട്ടിയത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയും സഭ ഇന്ന് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭയിൽ വ്യക്തത വരുത്തുന്നതിനുള്ള അവസരം ഒഴിവായി. ഇന്ന് ആ വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അതുണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷീരോൽപ്പന്ന വിപണിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഈ കരാർ ഇങ്ങനെ നീണ്ടുപോയത്. ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നതും ഇതേ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്.
1.5 ലക്ഷം കോടി രൂപയുടേതാണ് നിലവിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്ഷീരോൽപ്പന്ന വിപണി എന്ന് പറയുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ക്ഷീരോൽപ്പന്ന വിപണിയിലേക്ക് കടക്കാനായിട്ടില്ല. മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങളോടുമൊക്കെ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം അതാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഒട്ടുമിക്കവരും ഈ പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന്റെ ഒരു വലിയ വിപണിയാണ്. ഇന്ത്യൻ വിപണിയെ അമേരിക്കയ്ക്ക് ആകർഷകമാക്കുന്ന പ്രധാന ഘടകവും ഇതാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ. US ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്ഷീരവിപണി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇത് ക്ഷീരമേഖലയ്ക്കും കർഷകർക്കും താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. ഇവിടെ ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ തയ്യാറാകുക ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യമല്ലായിരുന്നു. അതാണ് ഈ കരാർ ഒപ്പിടുന്നതിലേക്ക്, ഈ കരാർ ഒരു ധാരണയിലെത്തുന്നതിലേക്ക് ഇത്രയധികം കാലതാമസം ഉണ്ടാക്കിയ പ്രധാന ഘടകം. ഇതിന് സമാനമാണ് മറ്റ് കാർഷികോൽപ്പന്നങ്ങളുടെ സ്ഥിതിയും എന്നത് നമ്മൾ കാണണം. നേരത്തെ UK, ന്യൂസിലൻഡ്, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായുള്ള വ്യാപാര കരാറിലും ഇന്ത്യ കാർഷിക ക്ഷീരോൽപ്പന്ന വിപണികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഡീലിലേക്ക് എത്തിയത്. നേരത്തെ കാർഷിക ബില്ലിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള പ്രതിഷേധം വലിയ പാഠമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്. അതുകൊണ്ട് തന്നെ കാർഷിക ക്ഷീര വിപണികളെ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാവില്ല എന്നതാണ് വിലയിരുത്തൽ. പക്ഷേ ഇത് ഔദ്യോഗികമായി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവിടെ തുടരുന്ന അനിശ്ചിതത്വം ഈ വലിയ ആശ്വാസത്തിനിടയിലും ചില കരുനിഴലുകൾ വരുത്തുന്നുണ്ട്. എന്താണ് ഈ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ഡീൽ എന്നതാണ് അറിയേണ്ടത്. കേന്ദ്രത്തിന്റെ വിശദീകരണത്തിലെ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും അത് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് എന്താണ് ഇന്ത്യക്ക് ആശ്വസിക്കാൻ ഉള്ള കാര്യങ്ങൾ എന്നത് നമുക്ക് നോക്കാം. കയറ്റുമതിക്കാർക്കാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഇതുവരെ താരിഫ് കൂടി നിന്നപ്പോൾ ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നതും കയറ്റുമതിക്കാർക്കാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ആദ്യം ഇത് ആഹ്ലാദത്തിന് വഴി തുറക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നം, വസ്ത്രം, കയർ തുടങ്ങിയവ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് പ്രധാന കയറ്റുമതി മേഖലകളെല്ലാം ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചതോടെ വലിയ രീതിയിൽ വെട്ടിലായിരുന്നു. ആ മേഖലകളൊക്കെ വലിയ ഇടിവുണ്ടായിരുന്നു. കയറ്റുമതിയും വരുമാനവും തൊഴിലും ഒക്കെ ഏറെക്കുറെ സ്തംഭിച്ച ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ ഡീൽ ഉണ്ടാകുന്നത്. തമിഴ്നാട് തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിനോടകം നേരിട്ടു എന്ന കണക്കുകൾ വന്നിരുന്നു. അപ്പോൾ ഈ മേഖലയ്ക്കൊക്കെ ഏറ്റവും വലിയ ഊർജം പകരുന്നതാണ് ഇന്നല്ല കഴിഞ്ഞ രാത്രി ഉണ്ടായിട്ടുള്ള ഈ നിർണായകമായ പ്രഖ്യാപനങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഈ മേഖലകൾക്കാണ് ഊർജം പകരുക. ട്രംപ് ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% ഇനി കയറ്റുമതി രംഗത്ത് എതിരാളികൾക്ക് മേൽ മുൻതൂക്കം നേടാൻ ഇന്ത്യക്ക് കഴിയും എന്ന ഒരു സാഹചര്യം ഉരുത്തിരികയാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നിവയ്ക്ക് 20% തീരുവ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ ഇന്ത്യയുടെ തീരുവ 18% കുറയുകയാണ്. ബദ്ധവൈരികളായ പാകിസ്ഥാന് 19% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനേക്കാൾ കുറഞ്ഞൊരു തീരുവയിലേക്ക് എത്തുന്നു. പാകിസ്ഥാനേക്കാളും ചൈനയെക്കാളും ഒക്കെ കുറഞ്ഞൊരു തീരുവയിലേക്ക് ഇന്ത്യയുടെ തീരുവ എത്തുകയാണ്. 18% കുറഞ്ഞിരിക്കുകയാണ്. മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, കംബോഡിയ എന്നിവയ്ക്കും 19% തീരുവ. അഫ്ഗാനിസ്ഥാന് 15% തീരുവയേ ഉള്ളൂ. പക്ഷേ അഫ്ഗാനിസ്ഥാന് ഈ അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല. അവിടെ ഈ സമാന നിലയിൽ അമേരിക്കൻ വിപണി ലക്ഷ്യമിടുന്നവരിൽ ഏറ്റവും കുറവ് തീരുവയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ഇന്ത്യക്ക് അതിന്റെ വലിയ അഡ്വാൻറ്റേജ് ഈ മേഖലകളിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വസ്ത്രം ഉൾപ്പെടെയുള്ള ഉൽപ്പന്ന കയറ്റുമതിയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു. ഇനി അവിടെയൊക്കെ ഇന്ത്യക്ക് മേൽക്കൈയുണ്ടാവും, മേധാവിത്വം ഉണ്ടാകും. വസ്ത്രം, ഇലക്ട്രോണിക്സ്, ഫുഡ്വെയർ എന്നിവയിൽ വെല്ലുവിളി ഉയർത്തിയ വിയറ്റ്നാമിന് മേലും മേൽക്കൈ നേടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന താരിഫിലൂടെ ഇനി ഇന്ത്യക്ക് കഴിയും. ബ്രസീലിന് ഇപ്പോഴും പക്ഷേ 50% തീരുവ തുടരുകയാണ്. ബ്രസീലിനൊപ്പം ഇന്ത്യക്കും 50% ഏറ്റവും ഉയർന്ന തീരുവ എന്നതായിരുന്നു ഇതുവരെയുള്ള സാഹചര്യം. മ്യാൻമാർ, ലാവോസ് എന്നിവയ്ക്ക് 40%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30%, മെക്സിക്കോയ്ക്ക് 25%, കാനഡയ്ക്ക് 35%, സ്വിറ്റ്സർലൻഡിന് 39% എന്നിവയുടെ തീരുവയും ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്. UK 10%, യൂറോപ്യൻ യൂണിയൻ
ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയ്ക്ക് 15% എന്നതാണ് മറ്റു തീരുവ കണക്കുകൾ. എന്തായാലും ഇന്ത്യ കയറ്റുമതി ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരാണോ അവരെക്കാൾ കുറഞ്ഞ തീരുവയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് കയറ്റുമതി മേഖലയിൽ ഇന്ത്യക്കുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഈ പ്രതീക്ഷകൾ ഇന്ന് ഏറ്റവും ആദ്യം പ്രതിഫലിച്ചത് നമ്മുടെ ഓഹരി വിപണികളിലാണ്. എന്താണ് ഈ കരാർ എന്ന് നൽകുന്ന ഊർജം എന്നത് ഏറ്റവും ആദ്യം അവിടെയാണ് തിരിച്ചറിഞ്ഞത്. ഓഹരി വിപണിയിൽ വൻ നേട്ടത്തിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാര തുടക്കത്തിൽ തന്നെ കുതിച്ചു കയറിയത്. പ്രീ ഓപ്പണിംഗ് സെഷനിൽ തന്നെ സെൻസെക്സ് ഏതാണ്ട് 3600 പോയിന്റ് മുന്നേറുന്ന സാഹചര്യമുണ്ടായി. നിഫ്റ്റി 772 പോയിന്റ് കുതിച്ചു. സെൻസെക്സ് ഏതാണ്ട് ക്ലോസിംഗിലോട്ട് അടുക്കുമ്പോഴും 2000-ന് മേൽ കുതിപ്പ് തുടരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് എത്രമാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആഗ്രഹിച്ചിരുന്നതാണ്, എത്രമാത്രം അനിവാര്യമാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ കുതിപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബജറ്റിന് ശേഷം ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ സാഹചര്യങ്ങളൊക്കെയും അതിനെ സ്വാധീനിച്ചിരുന്നു. ബജറ്റിൽ പോലും വലിയ സാമ്പത്തിക ഞെരുക്കം രാജ്യം അനുഭവിക്കുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ് ഈ ഡീലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സഭ ചേരുന്ന സമയമാണ്. പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയായിരുന്നു NDA എംപിമാർ. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് പ്രധാനമന്ത്രിക്ക് ഈ കരാർ യാഥാർത്ഥ്യമാകുന്ന ധാരണയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഒരു നിർണായക ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ഉൽപാദന രംഗത്ത് വൻ നേട്ടമുണ്ടാക്കാൻ ഈ ഡീൽ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി NDA എംപിമാരോട് വിശദീകരിക്കുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായുള്ള ധാരണയ്ക്ക് പ്രധാനമന്ത്രിയെ തിരിച്ച് എംപിമാർ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്നത്. മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് NDA അംഗങ്ങൾ പ്രധാനമന്ത്രിയെ അവിടെ വരവേറ്റത്. കരാർ ഇന്ത്യക്ക് നിർണായകമെന്നും വളർച്ചയ്ക്കും വലിയ സഹായം നൽകുന്നതാണ് എന്നും പ്രധാനമന്ത്രി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ലോകക്രമം മാറുന്നു എന്നും ഉൽപാദന രംഗത്ത് ഇത് വലിയ നേട്ടമാകുമെന്നും കൂടി പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം പ്രധാനമന്ത്രി ഇതിനെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും NDA എംപിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. ഇത് കീഴടങ്ങൽ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ ബഹളമാണ് ലോക്സഭയിൽ പിന്നീട് നടന്നത്. ലോക്സഭ സ്തംഭിക്കുകയും ചെയ്തു. മോദി അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന വാദമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സറണ്ടർ മോദി എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിപക്ഷം 2 സഭകളിലും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കാൻ ആരാണ് ഡൊണാൾഡ് ട്രംപിന് പുറം കരാർ നൽകിയതെന്ന് പ്രതിപക്ഷം ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. ഇത്ര വലിയ ഒരു ഡീൽ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ദിവസങ്ങൾക്ക് മുൻപ് EUവുമായി ഒരു പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചപ്പോൾ അത് എത്രമാത്രം നമ്മളെല്ലാം കണ്ടതാണ്. അത് സംയുക്ത പ്രസ്താവനയിലൂടെയാണ് അത് പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ രാഷ്ട്ര നേതാക്കളും ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നു, ഒപ്പുവെക്കുന്നു, അത് സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള രീതിയെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ കരാർ സംബന്ധിച്ചുള്ള ഡീലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന വിവരം പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ വലിയ രീതിയിലുള്ള ബഹളവും പ്രതിഷേധവും നടത്തിയത്. ഇതോടെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. കരാറിൽ ഒന്നും മൂടിവെക്കാനില്ല എന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വ്യാപാര കരാറിനെ എതിരെ പ്രതിഷേധിക്കുന്നതെന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുട്ടായിരുന്ന സമയത്ത് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ട് എന്നതാണ് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഡൊണാൾഡ് ട്രംപ് അല്ല എന്നെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ എന്ന് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും സഭയിലുണ്ടായി. അപ്പോൾ ഇതിൽ സുതാര്യതക്കുറവുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നത് ട്രംപ് വലിയ അവകാശവാദമായി പറഞ്ഞതാണ്. ആവർത്തിച്ച് ഏതാണ്ട് 60-ലധികം തവണ അദ്ദേഹം അതേ അവകാശവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ ഈ കരാർ എങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി എന്നൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അറിയണം. സർക്കാർ തന്നെ അക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
എങ്ങനെ കരാറിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഇനി അറിയേണ്ടത്. പ്രധാനമന്ത്രി ട്രംപിനെ വിളിച്ച് അങ്ങനെയാണോ ഇതൊരു ഡീലിലേക്ക് എത്തുന്നത്? നേരത്തെ പ്രധാനമന്ത്രി വിളിക്കാത്തതാണ് ഇത് നീളുന്നത് എന്നെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഇന്ത്യ അത് നിഷേധിച്ചിരുന്നതൊക്കെയാണ്. അപ്പോൾ എങ്ങനെ കരാറിലേക്ക് എത്തി? വിളിച്ചോ? ആര് വിളിച്ചു എന്നതിൽ വ്യക്തത വേണം. എന്താണ് കരാറിലെ വ്യവസ്ഥകൾ? അതാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 0 താരിഫ് എന്ന ഉറപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടോ? അതറിയണം. ക്ഷീര കാർഷിക മേഖലയിലെ ഇടപെടലിനുള്ള വ്യവസ്ഥയെന്ത്? അതറിയണം. എത്രയോ കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയമാണ്. അതിലെന്താണ് എടുത്തിട്ടുള്ള തീരുമാനം എന്നത് വളരെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുമെന്ന ഉറപ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാലേ എന്താണ് ഈ ഡീൽ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കിട്ടൂ. പക്ഷേ യൂറോപ്യൻ യൂണിയനുമായുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് ഇന്ത്യയുടെ സമ്മർദ്ദ തന്ത്രമായിരുന്നു. അത് അമേരിക്കയ്ക്കുള്ളൊരു സന്ദേശമായിരുന്നു. അത് ഫലവത്തായതിന്റെ സൂചനയായി നമുക്ക് ഇതിനെ കാണാം. ആ ഡീലിലേക്ക് എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപ് ഈ കരാറിന് തയ്യാറായി എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. താരിഫ് ഇന്ത്യൻ എതിരാളികളെക്കാൾ കുറഞ്ഞ 18% കഴിഞ്ഞതും ആ പ്രഖ്യാപനം ട്രംപിൽ നിന്നുണ്ടായതും ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ എന്തൊക്കെയാണ് ഇനിയും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ? അതിനുള്ള ഉത്തരം, മറുപടി, വ്യക്തത അത് നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ എതിർക്കുന്നു കോൺഗ്രസ്. എത്തിക്സ് കമ്മിറ്റിക്ക് അയോഗ്യനാക്കാനുള്ള അധികാരമില്ലെന്നും ഇത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നതുമാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിന്റെ എതിർപ്പിൽ അത്ഭുതമില്ല എന്ന് പറയുകയാണ് CPM. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന വിമർശനമുയരവേ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM MLA DK മുരളിയാണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. ഈ പരാതി സ്പീക്കർ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു. പരാതിയിൽ ഈ മാസം 23-ന് DK മുരളിയെ എത്തിക്സ് കമ്മിറ്റി കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാൻ മുരളിക്ക് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശവും നൽകി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെയും സമിതി കേൾക്കും. രാഹുലിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളും കേസുകളും നിയമസഭാ അംഗം എന്ന നിലയിൽ സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണ് എന്നതാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. രാഹുലിന്റെ കേസുകൾ ഉയർത്തി വിഷയം ക്രമപ്രശ്നമായി ഉന്നയിക്കാൻ അവസരം നൽകണമെന്നതാണ് DK മുരളിയുടെ ആവശ്യം. എന്നാൽ ഇത്തരമൊരു ആവശ്യം എന്തിനെന്നാണ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യം. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ട എന്നതാണ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം. UDF പാർലമെന്ററി പാർട്ടിയിൽ ഘടകകക്ഷികൾക്കും ഏതാണ്ട് സമാനമായ നിലപാട് തന്നെയാണുള്ളത്. അയോഗ്യനാക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്ത പുറത്താക്കൽ നടപടിയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് കോൺഗ്രസും UDFും ഇപ്പോൾ എത്തിയിട്ടുള്ള ധാരണ, തീരുമാനം. കോൺഗ്രസ് എങ്ങനെയാണ് അവരുടെ ഈ നിലപാടിനെ വിശദീകരിക്കുന്നത് എന്നത് നോക്കാം. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചപ്പോഴാണ് ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടത്. മുകേഷ് അടക്കം പല MLAമാരും പല കേസുകളിലും പ്രതികളാണ്. അവർ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. എന്തിന് കോൺഗ്രസിൽ തന്നെ സമാനമായ ആരോപണം നേരിട്ടവർ വേറെയുമുണ്ട്. അവരും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയായി എന്ന ഒറ്റ കാരണത്താൽ ഒരാളെ അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഇതിലൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതുകൂടി കോൺഗ്രസും UDFും കാണുന്നു. ഭാവിയിൽ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു കീഴ്വഴക്കം ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കും എന്നതാണ് UDF ഭയക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഇതിനോട് മുഖം തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതേസമയം പിന്തുണയ്ക്കുന്ന സമീപനമല്ല എന്നത് വിശദീകരിക്കാൻ കൂടി അവർ തയ്യാറെടുക്കുന്നു. ഇത് ഇത്തരമൊരു നടപടി ഉണ്ടാക്കുന്നത്
ഉണ്ടാക്കുക, അതൊരു കീഴ്വഴക്കമാവുക, അത് ഭാവിയിൽ ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ എതിർപ്പ് എന്നത് സൂചിപ്പിക്കുന്നത്. ഇതൊരു കീഴ്വഴക്കമായാൽ നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് അത് ദുരുപയോഗിക്കാം, ഇങ്ങനെ ആരെയെങ്കിലും അയോഗ്യനാക്കണമെങ്കിൽ അതിന് വഴിവെക്കാം, അത് വലിയ അപകടം സൃഷ്ടിക്കും എന്നതാണ് UDF എത്തിയിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ആ നിലപാട്, ശക്തമായ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിലെ അപകടം പുറത്തേക്ക് കാണിക്കുക എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. VD സതീശൻ തന്നെ ആ കാര്യങ്ങൾ ഇന്ന് വിശദീകരിച്ചു. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അതിൽ പാലക്കാട് MLA കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ നിയമസഭാ അംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാ അംഗത്വം കളയാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കത്തിലുള്ള കോൺഗ്രസിന്റെ എതിർപ്പിൽ കടുത്ത വിമർശനമാണ് അതേസമയം CPM ഉയർത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അതായത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചത്. എന്തായാലും രാഹുൽ വിഷയം ചർച്ചയാക്കാനും അതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരങ്ങൊരുങ്ങുന്നത് എന്നത് വ്യക്തമാണ്. അതിന്റെ സൂചനകളാണ് MV ഗോവിന്ദൻ നൽകിയത്. അപ്പോൾ ഇന്ന് ഈ വിഷയം സഭയിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും അത് ഈ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരികയും ചെയ്യുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ മറുപടി പറഞ്ഞ് MA ഷഹനാസ് രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകൻ എന്നാണ് MA ഷഹനാസ് പറഞ്ഞത്. കോഴി ആണ് രാഹുൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. തെറ്റുകാരനല്ലെന്ന് ആണയിട്ട് പറഞ്ഞതിനാലാണ് അതിജീവിതകൾ നൽകിയ പരാതികൾക്കെതിരെ മാനനഷ്ട കേസ് നൽകണമെന്ന് പറഞ്ഞത്. രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ തനിക്ക് അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല, രാഹുലിന്റെ വീട്ടിലെത്താം, തന്റെ മുന്നിൽ നേരിലിരിക്കാമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഷഹനാസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാള് തന്നെയാണ് MA ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന് അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോൺ ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോ ഇന്നലെ അഭിമുഖത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞ വെല്ലുവിളിക്കും പരാമർശങ്ങൾക്കും അതിന്റെ ഇരട്ടി വെല്ലുവിളി തിരിച്ച് നൽകുകയാണ് ഷഹനാസ് യഥാർത്ഥത്തിൽ ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ അതിജീവിതയെ അവരുടെ വിവരങ്ങൾ വാർത്തയായി പുറത്തു വന്നതിന് ശേഷം
അവരെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസും ചെയ്തത്. അവരെ പ്രകോപിപ്പിച്ച് അവരെ അധിക്ഷേപിച്ച് പരാതി നൽകുന്നതിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതിനുശേഷവും അവരോടുള്ള അവഹേളനം തുടർന്നു. കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരാനാണ് ഇതിടയാക്കിയത്. അങ്ങനെ 3 പരാതിയായി അറസ്റ്റായി 18 ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെയും പ്രകോപനപരമായ വെളുപ്പിക്കൽ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റായ സമീപനം തുടരുന്നതിന്റെ ഭാഗമാണ് ഷഹനാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുപോലെ വന്നിരുന്ന് കൂടുതൽ വെല്ലുവിളികൾ നടത്തേണ്ടി വരുന്ന സാഹചര്യം. എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി അതിൻ്റെതാണ് അനുഭവിക്കുന്നത്. ഇനിയും അത് തന്നെയായിരിക്കും നടക്കാനും പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുമ്പോഴും മുരളിക്ക് ജയിച്ചു വരാൻ പറ്റുന്ന സീറ്റിനായുള്ള അന്വേഷണം തുടരുകയാണ്. മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാലും ലീഗ് വാഗ്ദാനം ചെയ്ത ഗുരുവായൂർ വേണ്ടെന്ന് കെ മുരളീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. ലീഗിന് മത്സരിക്കാൻ മറ്റൊരു സീറ്റ് നൽകാനില്ലാത്തതിനാലാണ് ഗുരുവായൂർ നിരസിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. പക്ഷെ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു. പിന്നെ നമ്മളെന്തിനാരും കുറ്റപ്പെടുത്തുന്നത്? നമ്മുടെ തീരുമാനമല്ലേ. പക്ഷെ ഒരു അന്വേഷണം വന്നിരുന്നുവല്ലോ. അന്വേഷണം പാർട്ടി നടത്തിയതാണ്. ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ KC ജോസഫിനെ പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് ഒരു തെളിവെടുപ്പിന് ഒന്ന് വരണം, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല, എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല. പക്ഷേ എല്ലാവരും ജനത്തിനറിയാം, അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? അതെ, വിജയൻ്റെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞ അതാണ്, പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല. കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല. പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം വകവയ്ക്കില്ല. പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 സീറ്റ്, ഒരു 30 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10 സീറ്റും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ 20 കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ശരിയല്ലാത്ത രീതി. അപ്പോൾ ഞാനതൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മത്സരിക്കാനുള്ള മൂഡില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ പാർട്ടിക്കകത്തുണ്ട്. അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. ഇപ്പോൾ CPM-ലും ഉണ്ട്. അവർ മോശക്കാരെന്നല്ല, ഇപ്പോൾ അവരുടെ കേഡർ സിസ്റ്റമൊക്കെ പോയി. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം, പക്ഷെ മത്സരിക്കാൻ മൂടില്ല. അത് തൃശ്ശൂർ താങ്കളുടെ ഭാഗ്യ ജില്ല അല്ല എന്ന് പറഞ്ഞു. തൃശ്ശൂരിലേക്കാണ് ഇനി പാർട്ടി നിയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ നോക്കുക. അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറാണ്. ഗുരുവായൂർ എനിക്ക് ഞാൻ പരാജയപ്പെട്ട 2 ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് നിയോജകമണ്ഡലമാണ്. പക്ഷെ അതിപ്പോൾ ഘടകകക്ഷിയുടെ കയ്യിലാണ്. ഗുരുവായൂർ സീറ്റ് ഘടകകക്ഷിയുടെ കയ്യിലാണ്. കാരണം ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കാൻ സീറ്റില്ല. ഇപ്പോൾ 980 കോൺഗ്രസ് പിളർന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് CH കെ കരുണാകരനോട് പറഞ്ഞ, എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്, സാറ് ഇവിടെ വേണമെങ്കിൽ മത്സരിച്ചോളൂ, കാരണം മാളയിലെ കോൺഗ്രസ് നിന്ന് പോയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ടഫായിരിക്കും, അതുകൊണ്ട് മത്സരിച്ചോളാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം 2 കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അവിടുത്തെ MLA എന്ന BV സീതി തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ MLA. ഒന്ന്, തങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല, തങ്ങൾക്ക് ഇനിയും ഒരു ഫ്യൂച്ചറുള്ള ആളാണ്, തങ്ങൾ നിൽക്കട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ചില താല്പര്യമുള്ള ചില ലീഗുകാരുണ്ട്, അവരോട് അദ്ദേഹം കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്. 77 ചാക്കേരി അഹമ്മദ് കുട്ടിയെ സ്പീക്കറാക്കിയത് അങ്ങനെ, പിന്നെ സീതി ആജിനെ വിപ്പാക്കിയതും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു സീതി തങ്ങൾ മത്സരിക്കട്ടെ. 2, ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വിട്ടുകൊടുത്താൽ നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് തരാൻ തൃശ്ശൂർ ജില്ലയിൽ കുറവാണ്, സാധ്യതയില്ല, അതുകൊണ്ട് നിങ്ങളവിടെ മത്സരിച്ചോളൂ, എനിക്കിതൊന്നും കുഴപ്പമില്ല, മാളെ എൻ്റെ വീടാണ്, ഞാനവിടെ ഫൈറ്റ് ചെയ്തോളാം. അങ്ങനെ ഒരു പക്ഷേ ലീഗിനോട് അന്ന് കെ കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർക്ക് വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ? 2 കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂർ അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെയില്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല
അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡ് ഉണ്ടായിരുന്നവരാണ്. എനിക്ക് എന്തോ കോൺഗ്രസ്സുകാരും നന്നായിട്ട് സഹകരിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ കാരണം ഒരു സ്ഥാനം ഇല്ലാതാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഗുരുവായൂരിൻ്റെ കാര്യം. അല്ലാതെ ഗുരുവായൂർ തീർച്ചയായിട്ടും എനിക്ക് എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വേണ്ട അല്ലേ? അത് ഞാൻ പറയാൻ കഴിഞ്ഞതാണ്, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സീറ്റില്ല. പിന്നെ കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ ആകെ 4 സീറ്റിലെ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും 3 പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. പക്ഷെ അതേസമയം തിരുവമ്പാടി വേണമെങ്കിൽ ലീഗിന് താങ്കൾക്ക് വിട്ടുതരാൻ വേണമെങ്കിൽ അല്ലേ? അല്ല, ഞാൻ തിരുവമ്പാടിയിൽ താങ്കൾക്ക് വേണ്ടി പോസ്റ്ററുമുണ്ട്. അതുണ്ട്, പോസ്റ്റർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കല്യാശ്ശേരിയിലും ഇവിടെയും മാത്രമേ ഇല്ലാത്തുള്ളൂ, മറ്റേ പയ്യന്നൂരും മാത്രം. ബാക്കി എല്ലായിടത്തും പോസ്റ്ററുണ്ട്. പക്ഷേ പോസ്റ്റർ നോക്കിയിട്ടല്ലല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അതവരാഗ്രഹമായിരിക്കും, പാർട്ടി പ്രവർത്തകർ ആഗ്രഹമായിരിക്കും ഞാൻ മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. തിരുവമ്പാടി എന്തുകൊണ്ട് വേണ്ട എന്ന്? അല്ല, ഞാൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞു. ഇപ്പോൾ ആ സീറ്റ് ലീഗിൻ്റെ കയ്യിലുള്ള സീറ്റായതുകൊണ്ട് ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് വെച്ച് മാറുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ചാടി കയറിയ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം മത്സരിക്കണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് ഏത് സീറ്റിൻ്റെ കാര്യം നമഞ്ഞ. പക്ഷെ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ശക്തമായിട്ട് ത്രികോണ മത്സരമാണ്. ഇപ്പോൾ മറ്റ് ജില്ലകളിൽ LDF വിരുദ്ധ വികാരം UDFനാണ് കിട്ടുക. തിരുവനന്തപുരത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയുടെ ചുമതല ഞാൻ വഹിച്ചോളാം. മത്സരിക്കണമെന്നല്ല, ചുമതല ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ കാരണം പാർട്ടി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, അത് പാർട്ടി തീരുമാനിക്കണം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണം. ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് 9:30 കാണാം. ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോപാൽ ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ വാർത്താസമ്മേളനത്തിൽ പങ്കുവെക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിൽ 2011-12 में एक प्रकार से चाइना के साथ FTA करने का पाप राहुल गांधी ने किया था, उससे भी माननीय प्रधानमंत्री जी ने देश को बचाया और RCEP से जुड़ने से इनकार कर दिया, जिसके बाद पूरे देश में राहत की सब चारों ओर से सूचना आई थी। माननीय प्रधानमंत्री नरेंद्र मोदी जी ने हमेशा एग्रीकल्चर और डेयरी इन दोनों सेक्टर्स को संभाला है, उनके हितों को संभाला है और इस क्षेत्र में लोगों को उज्जवल भविष्य मिले और मौके मिले, आमदनी बढ़े, उसके लिए लगातार काम किया है। कभी उनके साथ, उनके हितों के साथ समझौता माननीय प्रधानमंत्री जी ने नहीं होने दिया और मुझे खुशी है कि पूरा देश इस बात को समझता है, इस बात का उनको आकलन है। और US ट्रेड डील में भी भारत के जो सेंसिटिव सेक्टर्स हैं, एग्रीकल्चर को लेके, डेयरी को लेके, उनको संरक्षित किया गया है। हमने पूरे देश भर से आई हुई खबरों को देखा, चारों ओर उल्लास है। हमारे जितने लोग भारत के निर्यात में जुड़े हुए हैं, भारत के टेक्नोलॉजी सेक्टर से जुड़े हुए हैं, भारत में नई आधुनिक टेक्नोलॉजी लाकर यहाँ ग्लोबल सप्लाई चेन्स, ग्लोबल वैल्यू चेन्स का हिस्सा बनना चाहते हैं, ग्लोबल कैपेबिलिटी सेंटर्स लगाना चाहते हैं, निवेश करना चाहते हैं। अलग अलग क्षेत्र जो विशेषकर लेबर इंटेंसिव है, जिसमें लाखों करोड़ों लोगों को नौकरी का, रोजगार का साधन मिलता है, वो सब कितने उत्साहित हैं इस ट्रेड डील से। हमारे मछुआरे जो सी फूड एक्सपोर्ट करते हैं, उन्होंने जिस प्रकार से सभी कोस्टल रीजन्स में खुशी मनाई है, ये दर्शाता है कि ये ट्रेड डील भारत के उज्जवल भविष्य का शुभ संकेत लेके आई है।
मित्रों, मैं मानता हूं कि इस ट्रेड डील से हमारे जो सूक्ष्म, लघु और मध्यम उद्योग है, एमएसएमई सेक्टर है, हमारे इंजीनियरिंग सेक्टर के सभी प्लेयर्स, चाहे ऑटो कंपोनेंट्स बनाते हो, एयरक्राफ्ट पार्ट्स बनाते हो, इंजीनियरिंग के अलग अलग प्रकार के सामान अमेरिका में बेचने का काम करते हो या भविष्य में करना चाहें, हमारे टेक्सटाइल क्षेत्र, हमारा जेम एंड ज्वेलरी सेक्टर, हमारा लेदर गुड सेक्टर, हमारा मरीन गुड सेक्टर, सभी को ढेर सारे अवसर, ढेर सारे मौके इस ट्रेड डील के माध्यम से मिलेंगे। बड़ा दुर्भाग्य है कि राहुल गांधी जैसे नकारात्मक सोच रखने वाले नेता देश को आज गुमराह या भ्रमित करने की कोशिश कर रहे हैं। मैं घोर निंदा करता हूं राहुल गांधी जी की। झूठ और फरेब के नाम पे वो लोगों को गुमराह करना चाहते हैं। उनको देश की तरक्की से कोई लेना देना नहीं है। देश आगे बढ़ रहा है, विश्व की सबसे तेज गति से बढ़ने वाली अर्थव्यवस्था बना है, उनको उससे कोई दिलचस्पी नहीं है। उनका बस चले तो जिस प्रकार से यूपीए के राज में, कांग्रेस के राज में 10 वर्षों में उन्होंने भारत की अर्थव्यवस्था को ध्वस्त कर दिया था, फ्रेजाइल 5 इकोनॉमी बना दी, महंगाई से लोगों को परेशान कर दिया, विकास यात्रा ठप कर दी, उनका बस चलेगा तो भारत को फिर एक बार उसी प्रकार से देखना चाहेंगे। और मुझे नहीं लगता भारत का एक भी व्यक्ति, एक भी नागरिक उनके इस भ्रामक सोच के साथ अपने आप को जोड़ सकता है। राहुल गांधी जी एक नकारात्मक सोच के प्रतीक है और उनके साथ जुड़कर डीएमके पार्टी के नेता हो, तृणमूल के नेता हो, चाहे वो समाजवादी पार्टी के नेता हो, इन सभी ने शायद भारत के उज्जवल भविष्य, हमारे युवा युवतियों को जो नए अवसर मिल रहे हैं, जो हमारा उद्योग तेज गति से आगे प्रगति करने के लिए तट पर है, जो नए नए क्षेत्र, आर्टिफिशियल इंटेलिजेंस हो, सेमीकंडक्टर्स हो, क्रिटिकल मिनरल्स हो, नए नए अति आधुनिक जो क्षेत्र खुल रहे हैं, उसमें जो हमें यूनाइटेड स्टेट्स ऑफ अमेरिका से मदद मिल सकती है, जो वहां से हमें सामान मिल सकता है, हाई क्वालिटी, हाई परफॉर्मेंस डेटा सेंटर्स भारत में आ सकते हैं, लाखों करोड़ रुपए का जो निवेश हम भारत में आकर्षित करने में जुटे हुए हैं। राहुल गांधी जी को क्या मिर्ची लगती है? राहुल गांधी जी को देश की प्रगति से नफरत है? राहुल गांधी जी को हमारी बहनों से, हमारे युवा युवतियों से कोई नाराजगी है जो उनका उज्जवल भविष्य उनसे देखा नहीं जाता है? उन्होंने जवाब देना पड़ेगा देश की जनता को कि इस नकारात्मक सोच के पीछे वो क्या चाहते हैं। और मित्रों, मैं पूरी तरीके से निंदा करता हूं राहुल गांधी जी और उनके सभी पार्टी और मित्र पक्ष के नेताओं का, जो इस प्रकार की ओछी सोच, नकारात्मक सोच फैलाने का पाप कर रहे हैं। वो भारत का उज्जवल भविष्य नहीं चाहते। वो हर प्रकार से राजनीतिक अराजकता फैलाने की कोशिश करते हैं। पार्लियामेंट में आपने उनका रवैया देखा, उनका सोच पूरे देश ने देखा। वो हमारे आर्मी के जवानों पर कम विश्वास करते हैं, हमारे
വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മറ്റ് അയൽ രാജ്യങ്ങളെക്കാൾ മികച്ച കരാറാണ് ഇന്ത്യക്ക് അമേരിക്കയുമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദവും മറ്റുമൊക്കെ ഇതിലേക്ക് എത്തി. ദീർഘനാളായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഈ രീതിയിൽ ഒരു കരാറായി നമുക്ക് മുന്നിലുള്ളത്. അത് മികച്ച കരാറാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ കാര്യങ്ങളൊക്കെ സഭയിൽ പറയണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അതിന് സമ്മതിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. പ്രതിപക്ഷ ബഹളം സഭയിൽ ഉണ്ടായത് മൂലം ഇത് സഭയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതെന്നതാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടെ നിരവധി തവണ അമേരിക്കയിലും മറ്റും പോയി ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ ഇനി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും പല സംശയങ്ങൾ, നമ്മൾ നേരത്തെ ഉയർത്തിയ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ലഭിക്കുന്നത്. എന്തായാലും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സഭയിൽ വായിച്ചതായിരുന്നു ബജറ്റ് സമ്മേളന ചർച്ചയെ പ്രക്ഷുബ്ധമാക്കിയത്. പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പുകളെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തർക്കമുണ്ടാവുകയും മുദ്രാവാക്യം വിളിയിലേക്ക് എത്തിയതും ചെയ്തതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. ഇന്നും നരവനെയുടെ ഓർമ്മക്കുറിപ്പ് ആയുധമാക്കി പ്രതിപക്ഷം ലോക്സഭയിലെത്തി. ലേഖനം വായിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതോടെ സ്പീക്കർ ഇടപെട്ട് തടഞ്ഞു. തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 പേരെയാണ് ഇന്ന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഭയിൽ നിന്ന്. അപ്പോൾ ആരാണ് കരസേനാ മേധാവി ജനറൽ ആയിരുന്ന എം നരവനെ? എന്തിനാണ് നരവനെയുടെ പുസ്തകം വായിക്കുമ്പോൾ ഭരണപക്ഷം എതിർക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ആദ്യം എന്താണ് ഇന്ന് സഭയിൽ നടന്നത് എന്നത് നോക്കാം. എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇന്നും വിഷയം ഉന്നയിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇത് സംബന്ധിച്ച രേഖകളും സ്പീക്കർക്ക് കൈമാറി. എന്നാൽ വിഷയം ഉന്നയിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇന്നലെ റൂളിംഗിലൂടെ അനുമതി നിഷേധിച്ച കാര്യം വീണ്ടും ഉന്നയിക്കരുതെന്ന് സ്പീക്കർ രാഹുലിനോട് പറഞ്ഞു. പിന്നീട് മറ്റംഗങ്ങളെ സംസാരിക്കാനായി സ്പീക്കർ ക്ഷണിച്ചു. ഇതോടെയാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. അംഗങ്ങൾ പേപ്പർ വലിച്ചെറിഞ്ഞു. തുടർന്ന് സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായി. ഡയസിന് മുകളിലേക്കൊക്കെ കയറാനുള്ള ശ്രമം നടന്നു അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന്. വീണ്ടും 3 മണിവരെ സഭ നിർത്തിവെച്ചു. വീണ്ടും ചേർന്നു. ചേർന്നപ്പോഴാണ് ഈ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം മന്ത്രി കിരൺ റിജിജു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. തുടർന്ന് സസ്പെൻഷൻ നടപടികളിലേക്ക് സ്പീക്കർ കടക്കുകയുമായിരുന്നു. സഭാ കാലയളവ് കഴിയുന്നതുവരെയാണ് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അമരീന്ദർ സിംഗ് രാജ വാറിംഗ്, മാണിക്യം ടാഗോർ, ഗുർജീത് സിംഗ് ഓജ്ല, കിരൺ കുമാർ റെഡ്ഡി, പ്രശാന്ത് പോഡോലെ, എസ് വെങ്കടേശ്വരൻ എന്നിവരാണ് സസ്പെൻഷനിലായ മറ്റ് എംപിമാർ. ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ ഇനി 11 മണിക്ക് വീണ്ടും സഭ ചേരും. ഈ സാഹചര്യത്തിലാണ് വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും സഭയിൽ അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കഴിയാതെ പോയത്. അതാണ് നേരത്തെ പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയത്തിൽ സഭ തടസ്സപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആരാണ് ഈ മനോജ് മുകുന്ദ് നരവനെ? ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവിയായിരുന്നു നരവനെ. 1980-ൽ സിഖ് ലെഡ് ഇൻഫൻട്രിയിലെ 7ാം ബറ്റാലിയനിലാണ് നരവനെയുടെ സർവീസിന്റെ തുടക്കം. പിന്നീട് രാഷ്ട്രീയ റൈഫിൾസിലും അസം റൈഫിൾസിലും സേവനമനുഷ്ഠിച്ചു അദ്ദേഹം. ഇക്കാലയളവിലെല്ലാം കശ്മീരിലെയും വടക്കു കിഴക്കൻ മേഖലകളിലെയും അതിർത്തികളിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് നരവനെ. 2020-ലെ ഗാൽവാൻ സംഘർഷം, ലഡാക്കിൽ ഇന്ത്യ നടത്തിയ അടിസ്ഥാന സൗകര്യ വികസനം, ചൈനയ്ക്കെതിരായ അതിർത്തിയിലെ ശക്തി പ്രകടനം എന്നിവ നരവനെയുടെ സേവന കാലയളവിലാണ് നടന്നത്. വിശിഷ്ട സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019 ഡിസംബർ 16-നാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ പിൻഗാമിയായി കരസേനാ മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. 2022 ഏപ്രിൽ അദ്ദേഹം പദവിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഓർമ്മക്കുറിപ്പുകൾ, ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളാണ്, ആത്മകഥയാണ്. 4 സ്റ്റാൻഡ്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ 2023 ഒരു വാർത്താ ഏജൻസിയും നിരവധി മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ 2 വർഷമായിട്ടും പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല.
2024 ആദ്യം പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന പുസ്തകത്തിന്റെ റിവ്യൂ പതിപ്പുകൾ 2023 ഡിസംബറിൽ ലഭ്യമാക്കിയിരുന്നു. പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ പലരും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുസ്തകം പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുവരെയും ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ പുസ്തകത്തിലെ വിവാദ ഭാഗം നേരത്തെ പുറത്തു വന്നതാണ്. ആ ഭാഗം സഭയിൽ വായിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എന്താണ് ആ വിവാദ ഭാഗത്തിൽ പറയുന്നതെന്ന് നോക്കിയാൽ, കിഴക്കൻ ലഡാക്കിലെ റജുൻല മേഖലയിൽ 2020 ഓഗസ്റ്റിൽ ചൈനീസ് സൈന്യം നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തിന് അനുമതി ലഭിക്കാൻ വൈകി എന്നതാണ് ആ ഭാഗങ്ങളിൽ പറയുന്നത്. ഒടുവിൽ സൈന്യം തീരുമാനിച്ചുകൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ലഭിച്ചതെന്ന് നരവനെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഇത് പുറത്തു വന്ന ഈ ലേഖനത്തിലെ ഭാഗങ്ങൾ, ഇത് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ വായിക്കാൻ രാഹുൽ ഇന്നലെ ശ്രമിച്ചതാണ് സഭയിൽ ബഹളങ്ങൾക്കിടയാക്കിയത്. അതിന്റെ ഒരാവർത്തനം തന്നെയാണ് ഇന്നും സഭയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് എന്നത് നമുക്ക് മനസ്സിലാകും. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഈ പത്രക്കട്ടിങ്ങുകൾ, പുസ്തകങ്ങൾ, മറ്റ് അംഗീകാരമില്ലാത്ത കാര്യങ്ങൾ എന്നിവ സഭയിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്, ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ രാഹുൽ ഗാന്ധിയോട് ആ ഭാഗം ഒഴിവാക്കി പ്രസംഗം തുടരാൻ ഇന്നലെ സഭയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ റൂളിംഗ് നൽകിയത് ഇന്ന് വായിക്കാൻ പാടില്ല എന്നതാണ് സ്പീക്കർ ഇന്ന് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? ഇതിൽ എതിർപ്പുന്നയിക്കാൻ ഭരണപക്ഷത്തെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ, ചൈനീസ് സൈന്യം ലഡാക്ക് അതിർത്തിയിൽ നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ അറിയിച്ചിട്ടും തീരുമാനമെടുക്കുന്നതിൽ വൈകി എന്നതാണ് ഇതിൽ പരാമർശിക്കുന്നത്. 2020 ഓഗസ്റ്റ് 31 ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ സർക്കാരിന് യാതൊരു വ്യക്തതയും ഇല്ലായിരുന്നു എന്നതാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത്. ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത്, പക്ഷേ വെടിവെക്കരുത് എന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സന്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന ആണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഉത്തരവാദിത്വം സൈന്യത്തിനു മേൽ കെട്ടിവെച്ച് തിരിച്ചടി തുടങ്ങണമോ വേണ്ടയോ എന്ന വലിയ തീരുമാനം സർക്കാർ എടുക്കുന്നതിന് പകരം സൈനിക കമാൻഡർമാരുടെ വിവേചന ബുദ്ധിക്ക് അത് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ആ സമയത്തുണ്ടായത് എന്നതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ ഉപസമിതി ചേർന്ന് വേണം ഇക്കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാൻ. അത് സർക്കാരിന്റെ തീരുമാനമായിരിക്കും. പക്ഷേ മന്ത്രിസഭാ ഉപസമിതി ചേർന്നില്ല. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം സൈന്യത്തിന് നൽകിയില്ല. ഇതൊരു വലിയ സൈനിക നീക്കത്തിന് ആവശ്യമായ രാഷ്ട്രീയ പിന്തുണയുടെ വലിയ അഭാവമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ആ രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത്. അതൊരു വീഴ്ചയാണ്. അതാണ് പ്രധാന കാരണം. അതിർത്തിയിൽ ചൈന കടന്നു കയറിയിട്ടില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുൻപത്തെ പ്രസ്താവന. അദ്ദേഹം സഭയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് നരവനയുടെ ഈ വെളിപ്പെടുത്തലുകൾ. അവിടെ നിന്ന് കടന്നുകയറ്റമുണ്ടായി, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണല്ലോ ഈ ചോദ്യം. ഇക്കാരണങ്ങളാലാണ് ഈ പുസ്തകം പുറത്തിറങ്ങാത്തത്, സഭയിൽ അത് വായിക്കാൻ പോലും അനുമതി നൽകാത്തത് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഭരണപരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതാണ് എന്നതുകൊണ്ടാണ് അതിന് പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിയും ഒപ്പം തന്നെ ഇത് സഭയിൽ ഉന്നയിക്കാനുള്ള അനുമതിയും നിഷേധിക്കുന്നത് എന്നതാണ്. പക്ഷേ അതിന് ചൂണ്ടിക്കാട്ടുന്നത് ഈ സഭാ നടപടി ക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളാണ്. ഇങ്ങനെ പുസ്തകങ്ങളോ കട്ടിങ്ങുകളോ ഒന്നും സഭയിൽ വായിക്കരുത് എന്നതാണ്. അതാണ് സഭയെ ഈ രീതിയിൽ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ആ വീഴ്ച ആവർത്തിച്ച് ഉറപ്പിക്കാനും ചൂണ്ടിക്കാട്ടാനുമാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ഈ വിഷയം സഭയിൽ കൊണ്ടുവരുന്നത്. ഇന്നലെ അതിനുള്ള ശ്രമമാണ് നടത്തിയത്. ഇന്നും അതേ വിഷയം ഉന്നയിച്ച് അതേ കട്ടിങ്ങുകളുമായി, ലേഖനത്തിന്റെ കട്ടിങ്ങുകളുമായി രാഹുൽ ഗാന്ധി എത്തുന്നതും ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്. പ്രതിപക്ഷം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അതാണ് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നത്. അതൊരു ഭരണവീഴ്ചയുടെ രേഖ ആയതിനാലാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാത്തത്. അത് അവതരിപ്പിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള അനുമതിയും നൽകാതെ ഭരണപക്ഷവും ശക്തമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ പാക് താരമായ ഡാനിഷ് കനേരിയ. ഈ തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ ദോഷം ചെയ്യുമെന്നും ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ഭയമാണെന്ന തെറ്റായ സന്ദേശം ഇത് ലോകത്തിന് നൽകും എന്നുമാണ് അദ്ദേഹം പറയുന്നത്.
തീരുമാനത്തിൽ പ്രത്യാഘാതം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നേരിടേണ്ടി വരുമെന്ന് ICCയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കനേരിയയുടെ പ്രതികരണം കൂടി വരുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം പാളിയതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ തേടി പാക് ക്രിക്കറ്റ് ബോർഡ് അനൗപചാരിക ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ബോർഡ് പോലും പാകിസ്ഥാനെ പിന്തുണച്ചു വരാൻ തയ്യാറായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം നടക്കേണ്ടത്. പാകിസ്ഥാൻ സർക്കാരാണ് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം എടുത്തത്. പാക് സർക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചതല്ലാതെ ഈ ബഹിഷ്കരണത്തെക്കുറിച്ച് ICCയുമായി ഔദ്യോഗികമായി ഒരു അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ഔദ്യോഗികമായി ബന്ധപ്പെടാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ തേടുക എന്നതായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് അനൗപചാരികമായി ചെയ്തിരുന്നത്. അതിനുള്ള അനൗപചാരിക ചർച്ചകൾ PCB നടത്തിയിരുന്നു. ഒരു ബോർഡ് പോലും പക്ഷേ പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വരാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വിവരം. ഇതോടെ ക്രിക്കറ്റ് ലോകത്ത് ഏതാണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ICC വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എന്നത് പാകിസ്ഥാന്റെ അവകാശവാദമാണ്. ഈ വാദത്തിൽ എന്നാൽ യാതൊരു കഴമ്പുമില്ല എന്നതാണ് മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന പാകിസ്ഥാന്റെ വാദം ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതിസന്ധി എന്നതാണ് മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ കാണുന്നത്. ഔദ്യോഗികമായ ആശയവിനിമയത്തിന്റെ അഭാവവും PCBയെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഔദ്യോഗികമായി കാര്യങ്ങളൊന്നും അറിയിക്കാതെ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ തേടുക എന്ന ഒരു നിലയിലേക്ക് പാകിസ്ഥാൻ എത്തുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് പിന്നിലെ ഉദ്ദേശശുദ്ധി അതിനെ സംശയിക്കുകയാണ് മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ. ഇപ്പോൾ മറ്റ് ഇവരുടെ വാദങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതൊക്കെ മറ്റ് ബോർഡുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈയിടെ നടന്ന അണ്ടർ-19 ലോകകപ്പിൽ യാതൊരു പ്രതിഷേധമോ ബഹിഷ്കരണ ഭീഷണിയോ ഇല്ലാതെ പാകിസ്ഥാൻ യുവ ടീം ഇന്ത്യക്കെതിരെ കളിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിന് നിഷ്പക്ഷ വേദിയായ ശ്രീലങ്കയിലാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞ സുരക്ഷാ പ്രശ്നങ്ങൾ ശ്രീലങ്കയിലെ മത്സരത്തിന് ബാധകമല്ല എന്നും മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ നിലപാടെടുത്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പാക് വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. കനേരിയ വിമർശിച്ച് രംഗത്തെത്തുന്നത് മത്സരം ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനം അത് വലിയ രൂക്ഷമായ വിമർശനവുമായി ഡാനിഷ് കനേരിയ രംഗത്തു വരുന്നു. ഈ തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ ദോഷം ചെയ്യുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത് ഇങ്ങനെ ഒരു ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ഭയമാണെന്ന ഒരു സന്ദേശം, തെറ്റായ സന്ദേശം ഇത് ലോകത്തിന് നൽകും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സമീപകാലത്തൊന്നും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ കളിക്കളത്തിൽ നിന്ന് പിന്മാറുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെയും പ്രതിച്ഛായയെയും ബാധിക്കും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കനേരിയ ചൂണ്ടിക്കാട്ടുന്നത്. അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉയർന്ന വിമർശനമാണെന്നത് നമ്മൾ കാണണം. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ വന്ന് കളിക്കില്ലെന്ന പാകിസ്ഥാന്റെ നിലപാട് കണക്കിലെടുത്ത് ശ്രീലങ്കയിലാണ് മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ബഹിഷ്കരണത്തിന് യാതൊരു യുക്തിയുമില്ലെന്ന് കനേരിയ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതുതന്നെയാണ് മറ്റ് ക്രിക്കറ്റ് ബോർഡുകളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരം ബഹിഷ്കരിക്കാമെങ്കിലും സെമി ഫൈനലിലോ ആണ് ഇന്ത്യയെ നേരിടേണ്ടി വരുന്നതെങ്കിൽ അന്നും കളി ഉപേക്ഷിക്കുമോ എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മൈതാനത്തിറങ്ങി പോരാടി ജയിക്കുകയാണ് വേണ്ടത്, കിരീടം ഇന്ത്യക്ക് വിട്ടു നൽകുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 15-നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ബഹിഷ്കരണ നിർദ്ദേശത്തോട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ കടുത്ത അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ICC പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ICCയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് സാമ്പത്തികമായി തകരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഏകദേശം 300 കോടിയിലധികം രൂപ പാക് ക്രിക്കറ്റ് ബോർഡ് ഇതിന് പിഴ ഒടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാന് ലോകകപ്പിന്റെ പോയിന്റുകൾ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഭാവി ടൂർണമെന്റുകളിൽ
വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു നടപടിയിലേക്ക് പാകിസ്ഥാൻ ഇനി പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് തന്നെ അവർ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. അവർ പൂർണ്ണമായും ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭയന്നോടുന്ന പാകിസ്ഥാനാണോ എന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്ന തരത്തിലേക്കാണ് അവരുടെ ഈ തെറ്റായ തീരുമാനം അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് വാർത്തകൾ. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.